കാരണം ആദ്യമായിട്ടാണ് ഒരു യൂത്ത് ഐക്കൺ പുരസ്കാരം വാങ്ങുന്നത്. അഭിമാനിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികളുടെ കൂടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് നേരിട്ട് ഈ ഒരു വിജയം കൈവരിച്ച ഒരുപാട് പേരുടെ കൂടെ ഈ അവാർഡ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ കൂടുതലുള്ളതുകൊണ്ട് പറയുകയാണ്. അതിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളെ കാണുന്നതുകൊണ്ട് പറയുകയാണ്. ഞാൻ വന്നിരിക്കുന്ന മേഖല സിനിമയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ 2008 ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. ഭാഗ്യദേവത എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെയാണ് ഞാൻ വന്നത്. 2008 മുതൽ ഇങ്ങോട്ട് ഏകദേശം 15 വർഷത്തിന് മേലോളം ഞാൻ സിനിമയിൽ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും വർഷം ഇങ്ങനെയൊരു മേഖലയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് മറ്റ് മേഖലകളിൽ സംബന്ധിച്ച് നോക്കുമ്പം സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതിലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ സർവൈവ് ചെയ്ത് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ 15 വർഷമായിട്ട് ഞാനത് ചെയ്തു വരുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അത് ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, അത്രയും സോഷ്യൽ മീഡിയ പ്രസൻസും മറ്റേത് മേഖല തിരഞ്ഞെടുത്താൽ, നിങ്ങളൊരു അധ്യാപനം തിരഞ്ഞെടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതൊരു മേഖലയിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കുറച്ച് പേര് അഭിപ്രായം പറയും, നിങ്ങളോട് അഭിപ്രായങ്ങൾ പങ്കുവെക്കും. നിങ്ങൾ ചെയ്യുന്ന